മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, ഒരു വചന വിരുന്നും കൂടി ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ കുരിശുമരണത്തിനും ഉയർപ്പിനുമൊക്കെയായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന്, നമ്മെ തന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നതിനായിട്ട് ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ആ വലിയ വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതോടൊപ്പം തന്നെ നമ്മെ തന്നെ നമുക്ക് കർത്താവിനോട് പ്രത്യേക നന്ദിയുള്ള ആളുകളായിട്ട് മാറാം. ദൈവം നമുക്കായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ടും ഈ പ്രഭാതത്തിൽ ഓർക്കാം. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമുക്കെപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നതിനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകമായിട്ടും ഈ ലോകത്തിൽ ദാരിദ്ര്യം മൂലം, രോഗം മൂലം, യുദ്ധങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന എല്ലാ ആളുകളെയും നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി വേദനയിലൂടെ, സാമൂഹികമായ ചുറ്റുപാടുകൾ ശരിയല്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അവരെല്ലാവരും. അവരെ എല്ലാവരെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം പ്രത്യേകം അവർക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. എന്താണ് കർത്താവിന് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കാനായിട്ടുള്ളത് എന്ന് കേൾക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ശരിക്കും മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മെ തന്നെ രൂപപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്കിപ്പോൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ട് മാറാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള
വചനങ്ങൾ ശ്രവിച്ച് ധ്യാനിക്കാം. അവൻ പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, രണ്ട് ചെറിയ ഉപമകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. ഒന്ന് വിളക്കിൻ്റെയും രണ്ടാമത്തേത് അളവിൻ്റെയും. ഇത് രണ്ടും നമുക്ക് ഒറ്റനോട്ടത്തിൽ ശ്രവിക്കുമ്പോൾ വീട്ടുപകരണങ്ങളെക്കുറിച്ചാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഉപമകളിലൂടെ വലിയ ഒരു ആത്മീയ പാഠം നൽകുന്നതിനാണ് ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈശോ പറയുകയാണ്, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കുവാനാണോ എന്ന്. നമുക്കറിയാം, അല്ല, വിളക്ക് കൊണ്ടുവരുന്നത് അതിനു വേണ്ടിയല്ല. വിളക്ക് കൊണ്ടുവരുന്നത് നമുക്ക് വെളിച്ചം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഈ ഉപമയിലൂടെ ഈശോ പറയുന്നത്, ഈശോ വെളിച്ചമാണ്. അവൻ്റെ പ്രബോധനങ്ങൾ മറച്ചു വയ്ക്കാനായിട്ടുള്ളതല്ല, അത് പ്രഘോഷിക്കുവാനായിട്ട് ഉള്ളതാണ് എന്നുള്ളതാണ്. നമ്മളൊക്കെ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. അത് പലപ്പോഴും കുഴിച്ചു മൂടപ്പെടുന്ന സാഹചര്യത്തിൽ മറച്ചു വയ്ക്കപ്പെടുന്ന അവസരത്തിലൊക്കെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും. എന്നാൽ ഈ ഉപമയിലൂടെ ഈശോ പറയുന്നത്, യേശുവിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുവാനായിട്ട് ഉള്ളത് ആണ് എന്നുള്ളതാണ്. നോമ്പുകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനങ്ങൾ കൂടുതൽ പ്രഘോഷിക്കപ്പെടുവാനായിട്ടുള്ള ഒരു അവസരമാണ്. നമ്മുടെ ത്യാഗത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് യേശുവിൻ്റെ വചനങ്ങൾ കൂടുതൽ പ്രഘോഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രഘോഷിക്കുന്ന ഒരു സാഹചര്യം, അവസരം ജീവിതത്തിലൂടെ നമ്മൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, യേശുവാകുന്ന വെളിച്ചം നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് വയ്ക്കേണ്ട ഒരു പീഠമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ്. യേശുവാകുന്ന വെളിച്ചത്തെ പ്രതിഷ്ഠിക്കുന്ന പീഠങ്ങളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. അതായത് നിൻ്റെ മൂല്യങ്ങളും ആശയവും അതുപോലെ തന്നെ വിശ്വാസവും പറയുടെ കീഴിൽ മറയ്ക്കപ്പെടാനുള്ളതല്ല, അല്ലെങ്കിൽ പറയുടെ അടിയിൽ വയ്ക്കുവാനായിട്ടുള്ളതല്ല. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ സാമൂഹികമായ അസ്വസ്ഥതകളും തിരക്കുകളും അത് വഴിയായിട്ട് യേശുവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കരുതേ എന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. അതുവഴിയായിട്ട് നിൻ്റെ പരിവർത്തനം നിൻ്റെ ഉദ്ദേശത്തിൽ, നിൻ്റെ ജീവിതത്തിൽ സാധിക്കാതെ പോകും എന്ന് ഈശോ വ്യംഗ്യമായിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഈശോ പറയുന്നത്, അത് പരസ്പരം കൊടുക്കുന്നതിൻ്റെയും അളവിൻ്റെയും ഒരു നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു വാണിംഗ് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാവുന്നതാണ്. ഈശോ പറയുന്നു, നീ കൊടുക്കുന്ന അളവിൽ നിനക്കും കിട്ടും, തിരിച്ചു കിട്ടും എന്ന് പറയുകയാണ്. ഇത് പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ചുമൊന്നുമല്ല ഈശോ പറയുന്നത്. ഇത് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. നീ കൊടുക്കുന്നത് കാരുണ്യത്തെ പ്രതിയാണ് എങ്കിൽ നിനക്ക് അത് തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ തിരിച്ചു കിട്ടും. ഈ ലോകം ഒരു ന്യായവിധി സ്ഥലമായിട്ട് നിൻ്റെ ജീവിതത്തിൽ മാറും എന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിൽ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ ലോകം ഇതാ വളരെ ആദരവോടെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈശോ പറയുന്ന വേറൊരു കാര്യം ഇതാണ്, നീ ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്നത് അനുസരിച്ച് നിനക്ക് കിട്ടുമെന്നുള്ളതാണ്. നീ ഒരു ചെറിയ കൈകൾ കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നീ പങ്കുവയ്ക്കുന്നത് എങ്കിൽ ആ ചെറിയ കൈകൾ കൊണ്ട് മാത്രമേ നിനക്കും തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് ഈശോ പറയുന്നത്. ഇവിടെ ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുന്നത്
വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു വചനം കൊണ്ടാണ്. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും എന്ന്. ഇതൊരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടുന്നു, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ള അല്പം പോലും എടുക്കപ്പെടുന്നത് അത് ശരിയാണോ എന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നിയെന്ന് വരാം. ഇതുവഴിയായിട്ട് ഈശോ അർത്ഥമാക്കുന്നത് ധനികന്മാർ കൂടുതൽ ധനികരായിട്ട് മാറും, പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായിട്ട് തീരുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നല്ല. മറിച്ച് ഇതൊരു ആത്മീയമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈശോ ഇതുവഴിയായിട്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടെങ്കിൽ ആ ദാഹം നിന്നെ കൂടുതൽ കൂടുതൽ കൃപ സ്വീകരിക്കുന്നതിന് അർഹനാക്കും എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു ആവശ്യം നിൻ്റെ ജീവിതത്തിൽ നിനക്കുണ്ടെങ്കിൽ അത് സ്വീകരിക്കുവാനായിട്ടുള്ള താല്പര്യവും ശ്രദ്ധയും ഉത്സാഹവുമൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ നിനക്ക് ദൈവത്തിൻ്റെ കൃപ കൂടുതൽ കൂടുതൽ സ്വീകരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. നിനക്ക് ആത്മീയമായിട്ടുള്ള ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ നീ വളരെ ആത്മീയ കാര്യങ്ങളിൽ നിസ്സംഗതനാണ് എങ്കിൽ കൃപ സ്വീകരിക്കാനായിട്ടുള്ള സാഹചര്യവും അവസരവും നിൻ്റെ ജീവിതത്തിൽ നീ ഉപയോഗിക്കുകയില്ല. അതുവഴിയായിട്ട് എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ കൂടുതൽ കൃപകൾ, അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ടുള്ള സാഹചര്യം നിൻ്റെ ജീവിതത്തിൽ നീ നഷ്ടപ്പെടുത്തും എന്നാണ് അതുവഴിയായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നത്. ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഉപമകൾ നമ്മെ കൂടുതൽ സുതാര്യരും വിശാല ഹൃദയരുമാക്കി തീർക്കുന്നതിനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പങ്കുവയ്ക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അന്ധകാരത്തിൻ്റെ മലകളെ പ്രകാശിപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം എന്നീശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മെ തന്നെ വളരെ വലിയ അളവിൽ കൊടുക്കുവാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മെ തന്നെ വലിയ അളവിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ഈ വചനം അല്ലെങ്കിൽ ഈ ഉപമ നമ്മെ പ്രത്യേകമായിട്ട് പ്രേരിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹൃദയ വിശാലതയിൽ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെയും പ്രകാശപൂർണമാക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഈശോ ഈ ഉപമയിലൂടെ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. പ്രിയപ്പെട്ടവർ, വെളിച്ചം അന്ധകാരത്തെ നീക്കുന്നത് പോലെ നമ്മുടെ പ്രവർത്തനങ്ങളും ഈ ലോകത്തിൽ നിന്നുള്ള അന്ധകാരത്തെ മാറ്റുന്നതിനായിട്ട് സാധിക്കണം. നമ്മൾ പ്രകാശമായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് നമുക്കും സാധിക്കുമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രകാശത്തിൻ്റെ പ്രയോക്താക്കളായിട്ട് മാറുന്നതിന് നമുക്ക് സാധിക്കട്ടെ. കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കാത്ത ആളുകളായിട്ട് മാറുന്നതിന് നമുക്ക് സാധിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് നമ്മുടെ കുടുംബത്തിൽ വസിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് നമ്മെ നയിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളെയും പ്രത്യേകമായിട്ടും നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ രോഗികളായിട്ട് കഴിയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മാനസിക വിഷമങ്ങളിലൂടെ ഒത്തിരി അസ്വസ്ഥതയിലൂടെയും ആകുലതയുടെയും കടന്നു പോകുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്. ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ വേദനിച്ചും വിഷമിച്ചും കഴിയുന്ന ധാരാളം ആളുകളുണ്ട്.
ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ കഷ്ടപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഇവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ ദൈവസമക്ഷമായിരിക്കുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റം വരെ പ്രഘോഷിക്കപ്പെടുന്നതിന്, ലോകത്തിലെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതിന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം ഈ ധ്യാന കേന്ദ്രത്തെയും ഈ ചാനലിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ടും അഭ്യർത്ഥിക്കുകയാണ്. ദിവ്യഭോജ്യമായി വാവാ വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ വാവാ ഈശോ വാവാ, ദിവ്യഭോജ്യമായി വാവാ വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, മന്നയേ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, സ്വർഗീയ മന്നയേ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. ജീവന്റെ നാഥനെ വാവാ, ജീവശ്വാസമായി വാവാ, ജീവന്റെ നാഥനെ വാവാ, ജീവശ്വാസമായി വാവാ, ദിവ്യ തേജസ്സേ വാവാ, ഹൃത്തിൽ നിറയുവാൻ വാവാ, ദിവ്യ തേജസ്സേ
സംഘത്തിൽ നിറയുവാൻ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. നന്മ സ്വരൂപനേ വാവാ, നിർമ്മലതാതനേ വാവാ. നന്മ സ്വരൂപനേ വാവാ, നിർമ്മലതാതനേ വാവാ. ജ്ഞാനസ്വരൂപനേ വാവാ, പുതു സൃഷ്ടിയാക്കാൻ വാവാ. ജ്ഞാനസ്വരൂപനേ വാവാ, പുതു സൃഷ്ടിയാക്കാൻ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും നിങ്ങൾക്കായി ഞാൻ ആശംസിക്കുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ആയിരുന്നുകൊണ്ട് ഈ ദിവസത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പ്രഭാതവും ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.